തിരൂർ മുനിസിപ്പാലിറ്റിക്ക് മുന്നിലെ LDF സമരത്തെ പുച്ഛിച്ചു തള്ളി UDF. പോലീസും വിജിലൻസും അടക്കം എല്ലാ സംവിധാനങ്ങളുമുള്ള സംസ്ഥാനത്തെ ഭരണമുന്നണി അഴിമതി ആരോപിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തി തെളിയിക്കട്ടെ എന്ന് UDF നേതാക്കൾ. LDFിനെ പോലെയല്ല തങ്ങളെന്നും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന വിഷയങ്ങൾ പഠിക്കുന്നവരാണ് UDFക്കാരെന്നും നേതാക്കൾ. കഴിഞ്ഞ ദിവസമാണ് തിരൂർ നഗരസഭയ്ക്ക് മുന്നിൽ LDF അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ച് 1.5 ദിവസം കൊണ്ട് തന്നെ LDF സമരം അവസാനിപ്പിച്ചിരുന്നു. ഈ ഭരണസമിതിക്ക് മുന്നേ തിരൂർ നഗരസഭ ഭരിച്ചത് LDF ആണെന്നും ആ കാലയളവിൽ ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്യാത്തവർ നാട്ടുകാരെ മൊത്തം പൊറുതിമുട്ടിച്ചപ്പോഴാണ് പൊതുജനം UDFിന്റെ കൈകളിലേക്ക് ഭരണം എത്തിച്ചതെന്നും LDFിന്റെ 5 കൊല്ലം അധികാര കസേരയുടെ കൈമാറ്റങ്ങൾ മാത്രമാണ് നടന്നതെന്നും PV സമദ് പറഞ്ഞു. കഴിഞ്ഞ 4 കൊല്ലക്കാലമായി തിരൂരിലെ സാധാരണക്കാരന്റെ ജനമനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന UDF ഭരണ സംവിധാനത്തിനെതിരെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തിരൂരിലെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു സമര പ്രഹസന നാടകം നടക്കുകയുണ്ടായി. നമുക്കറിയാം, UDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ നഗരം ഭരിച്ചത് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലാണ്. LDFിന്റെ കൗൺസിലാണ് നഗരം ഭരിച്ചത്. സത്യത്തിൽ ഈ നാടിനു വേണ്ടി യാതൊന്നും ചെയ്യാതെ നാട്ടുകാരെ മൊത്തത്തിൽ പൊറുതി മുട്ടിച്ചാണ് ആ 5 കൊല്ലം അവര് ഭരണം കൊണ്ടുപോയത്. കേവലം അധികാര കസേരകളുടെ കൈമാറ്റം നടക്കൽ മാത്രമാണ് ആ സമയത്ത് നടന്നത് എന്നുള്ളത് ഈ 5 കൊല്ലക്കാലത്തിനിടക്ക് എത്ര വൈസ് ചെയർമാൻമാര് നമ്മുടെ നഗരസഭയിൽ വന്നുപോയി എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനം അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി ശ്രീമതി AP നസീമയുടെയും P രാമൻകുട്ടിയുടെയും നേതൃത്വത്തിലുള്ള UDFിന്റെ ഭരണ സംവിധാനത്തെ ഈ നഗരത്തിന്റെ ഭരണം ഏൽപ്പിച്ചത്. UDFിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രൂപത്തിലുള്ള ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെക്കുകയും അതിൽ ഓരോ കാര്യങ്ങളും സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ് തിരൂരിലെ UDFിന്റെ ഭരണ സംവിധാനം. അതുകൊണ്ട് തന്നെ കാര്യമായ രൂപത്തിൽ ഈ 4 കൊല്ലക്കാലത്തിനിടക്ക് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം പറഞ്ഞ് ഒരു സമരം നടത്താൻ ഇടതുപക്ഷത്തിന് ഇതേവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അവരുടെയൊക്കെ ഏരിയ സമ്മേളനങ്ങളും അതേപോലെ തന്നെ ലോക്കൽ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വ്യാപകമായ രൂപത്തിൽ CPMനകത്ത് വലിയ പ്രതിഷേധങ്ങളും ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടായത് നാട്ടിലൊക്കെ പാട്ടാണ്. അപ്പൊ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു സമര നാടകമാണ് ഈ അനിശ്ചിതകാല നിരാഹാര സമരം എന്ന പേരിൽ അവിടെ അരങ്ങേറിയത്. ആ സമരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടത്. സാധാരണഗതിയിൽ സമരമുറകൾ പലതും നമ്മൾ കാണാറുണ്ട്. സമരമുറകളിൽ അവസാനത്തെ ഇനമാണ് സത്യത്തിൽ നിരാഹാര സത്യാഗ്രഹവും അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹവും ഒക്കെ. പക്ഷെ ഇവിടെ കേവലം 1.5 ദിവസത്തെ മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രം നിലനിർത്തിക്കൊണ്ട് പാർട്ടിയുടെ സഖാക്കൾക്ക് പോലും സോഷ്യൽ മീഡിയയിൽ പാർട്ടിക്ക് വേണ്ടി പോരാടുന്ന സൈബർ സഖാക്കൾക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന വിധമാണ് ആ സമരം പൊളിഞ്ഞത് എന്നുള്ളത് നമ്മൾ കണ്ടു. സമരത്തിൽ നിരാഹാരം കിടന്ന നേതാവ് ഭരണത്തിലിരുന്നപ്പോൾ എന്ത് ചെയ്തുവെന്നും ആ സമയത്ത് കുടിവെള്ള വിഷയത്തിൽ തങ്ങൾ സമരം ചെയ്തവരാണെന്നും ഇബ്രാഹിം ഹാജി തുറന്നടിച്ചു. ഇലക്ഷൻ മുന്നിൽ കണ്ട് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് സമരമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരാഹാരം കിടന്ന നേതാവ് ഭരിക്കുന്ന കാലം ഉണ്ടായിരുന്നല്ലോ, 2 കൊല്ലം 7 മാസം അവർ ഭരിച്ചല്ലോ. അന്ന് ഏറ്റവും രൂക്ഷമായ കുടിവെള്ളം അനുഭവിച്ച് എത്ര സമരം ഞങ്ങളോട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ UDFിന്റെ ഈ ഭരണത്തിൽ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ട് അവരൊരു സമരം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. അതൊന്നും ജനങ്ങൾ ഏറ്റെടുക്കൂല. ജനങ്ങൾ ഇവിടെ നേരിട്ട് കാണുന്നുണ്ട് UDF എന്ത് ചെയ്തു, ഇവിടെ എന്ത് പ്രവൃത്തി നടത്തി. ഞാൻ ചോദിക്കട്ടെ, അവർ ഈ ഒഴിഞ്ഞു പോകുന്ന കാലത്ത് തിരൂരിന്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ റോഡിന്റെ ശോചനീയാവസ്ഥ എന്തായിരുന്നു? ഇപ്പൊ UDF ഭരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭരണ സംവിധാനത്തില് കൗൺസിലേഴ്സ് ആത്മാർത്ഥപൂർവ്വം എല്ലാ റോഡും വളരെ മനോഹരമായ രീതിയിൽ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ പ്രവർത്തനവും മുന്നിലുണ്ട്.
നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ദുഷ്ടലാക്കോടുകൂടി കാണുകയാണെന്നും തങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ഈ ഭരണസമിതി ചെയ്തപ്പോൾ ഈ ഭരണസമിതിയെ മോശമാക്കുവാൻ വേണ്ടി കാണിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണിതെന്നും യാസർ പയ്യോളിയും അഭിപ്രായപ്പെട്ടു. നമുക്കറിയാം, ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഓരോ വികസന പ്രവർത്തനങ്ങളും അത് ദുഷ്ടലാക്കോടുകൂടി അവരുന്നയിക്കുന്ന അവർക്ക് കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കാൻ കഴിയാത്ത TB റോഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനത്തിന്റെ ഫലമായി ഈ കൗൺസിലിനെയും UDF-നെയും മോശമാക്കുന്ന വിധത്തിലേക്കുള്ള ഒരു അഴിമതി ആരോപണം മാത്രമാണ് അത് എന്നത് എല്ലാവർക്കും അറിയാം. ഈ കൗൺസിലിനെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നും രാഷ്ട്രീയമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ വെള്ളത്തിലെ കുമിളകൾ പോലെ കുറച്ചു സമയം മാത്രമേ നിൽക്കൂവെന്നും വൈസ് ചെയർമാൻ രാമൻകുട്ടിയും അഭിപ്രായപ്പെട്ടു. ആർക്കും ഒരു അഭിപ്രായം പറയാനോ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാൽ പോലും അവര് വിശ്വസിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെയാണ്. ഈ കൗൺസിൽ വിശ്വസിക്കുന്നതും ഇവിടുത്തെ ജനങ്ങളെയാണ്. വാർഡ് എങ്ങനെ വെട്ടിമുറിച്ചാലും ഇവിടുത്തെ ജനങ്ങളാണ് UDF-ന്റെ ശക്തി. UDF-ന്റെ വിശ്വാസം ചെന്ന് നിൽക്കുന്നതും അവരിലാണ്. അവര് വിശ്വസിക്കുന്നതും ഈ കൗൺസിലിനെയാണ്. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. രാഷ്ട്രീയമായ ആരോപണങ്ങൾ അത് അതേപോലെ വെള്ളത്തിലെ കുമിള പോലെ കുറച്ചു നേരം നിലനിന്ന് ഇല്ലാണ്ടാവും. അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ കയ്യിൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാവിധ വകുപ്പുകളും ഉണ്ടെന്നും ഞങ്ങൾ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷണം നടത്തി കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ചെയർപേഴ്സൺ AP നസീമ പറഞ്ഞു. അവർക്ക് അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ കാണും. കാരണം ഇനി ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതിന് പിടിച്ചു നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റൂല. അഴിമതി ആരോപണങ്ങൾ ഒരുപാട് എനിക്ക് നേരെ ഉന്നയിച്ചു. എന്റെ പാർട്ടിയിലെ ലീഡേഴ്സൊക്കെ ഉണ്ടല്ലോ, ഞാൻ അവരെയൊക്കെ നിർത്തി പറയാം, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അതിൽ അന്വേഷണം നടത്തണം. എവിടെയാണ് പ്രശ്നം വന്നിട്ടുള്ളത്? അറവുശാലയിൽ വലിയ അഴിമതി. ഞങ്ങളല്ല DPR അവിടെ കൊടുക്കുന്നത്. ആ DPR ഉണ്ടാക്കിയതും അതിന് അഗ്രിമെന്റ് വെച്ചതൊക്കെ കഴിഞ്ഞ കൗൺസിൽ പോകുന്ന സമയത്ത് ചെയ്തതാണ്. എന്നിട്ട് ഇപ്പൊ അവരുടെ കൗൺസിലർ എന്നാ പറയാ, അത് ഇവിടേക്ക് സ്യൂട്ടല്ല, തിരൂരിലേക്ക് മാച്ച് ആയിട്ടുള്ള സാധനമല്ല. ശരിക്കും പറഞ്ഞാൽ തോൽവി സമ്മതിച്ചുകൊണ്ടുള്ള ഒരു കാട്ടിക്കൂട്ടലായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ പൊതുമരാമത്ത് വർക്കിന്റെ കാര്യത്തിൽ നേരത്തെ ഇബ്രാഹിം ഹാജി സൂചിപ്പിച്ച പോലെ തന്നെ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ബോക്സ് മാത്രം കൊണ്ടുവച്ച് ഉദ്ഘാടനം ചെയ്തു പോയവരാണ് കഴിഞ്ഞ LDF കൗൺസിൽ എന്നും അത് പൂർത്തീകരിച്ച് ഇപ്പോൾ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എന്നും അത് ചെയ്തത് ഈ കൗൺസിലാണെന്നും AP നസീമ കൂട്ടിച്ചേർത്തു. സ്വാഭാവികമായി ഇവിടെ നേരത്തെ ചെയർപേഴ്സൺ സൂചിപ്പിച്ച പോലെ തന്നെ പ്രവൃത്തി പദത്തിലുള്ള കാര്യങ്ങൾ, പ്രവൃത്തി പൂർത്തിയായ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അവർ സമരത്തിന്റെ ഓരോ വിഷയങ്ങളായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് അഴിമതിയുടെ കാര്യമാണ്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ UDF-ന്റെ ചെയർമാനും അതേപോലെ തന്നെ വൈസ് ചെയർമാനും ഇബ്രാഹിം ഹാജി അടക്കമുള്ളവർ പറഞ്ഞു. ഇന്ന് പോലീസ് സംവിധാനം, വിജിലൻസ്, അതേപോലെ തന്നെയുള്ള എല്ലാ അന്വേഷണ സംവിധാനങ്ങളും CPM-ന്റെ അടുത്താണ്. എന്തുകൊണ്ടാണ് ഇവര് ആളുകളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി മൈക്ക് കിട്ടി 4 ആളെ കാണുമ്പോൾ ഘോരഘോരം പ്രസംഗിക്കുക അഴിമതി എന്ന് പറയാതെ എന്തുകൊണ്ടാണ് ഒരു അന്വേഷണത്തിന് അവർ മുതിരാത്തത്? എല്ലാ സംവിധാനങ്ങളും ഭരണത്തുമായി ബന്ധപ്പെട്ടിട്ട് വിജിലൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇവരുടെ അടുത്തല്ലേ. അവർ ചെയ്യേണ്ട എന്താ? പരാതി കൊടുക്കണ്ടേ? വികസനങ്ങൾ അക്കമിട്ട് നിരത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുസലാം മാസ്റ്ററും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജിനയും. അവിടെ പോയി ഞാൻ പറയാത്തതിന് നാട്ടുകാർക്ക് പോയി കാണാവുന്ന സത്യമാണ്. മാത്രമല്ല, ആ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അത് എൻ്റെ മാത്രം വികസനമല്ല, തിരൂർ നഗരസഭാ കൗൺസിലിൻ്റെയും ഞങ്ങളുടെ UDF-ന്റെ കൂടെ പൂർണ്ണമായ സപ്പോർട്ട് കൂടിയാണ് വികസന പ്രവർത്തനങ്ങൾ. ആ സ്ഥലം മനുഷ്യൻ 35 സെന്റോളം സ്ഥലം സൗജന്യമായി ലഭിച്ചതാണ്. അത് വ്യത്യസ്ത വ്യക്തികളിൽ നിന്ന് പലരും പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ വാർഡ് കൗൺസിൽ എന്ന നിലയ്ക്ക് ഞാൻ അതിൻ്റെ എന്തായിട്ട് ലഡുവിന് മേലെ മുന്തിരി വെച്ച പോലെ നിൽക്കേണ്ടി വന്നു എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ അത് എൻ്റെ മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ രാമൻകുട്ടി ഉൾപ്പെടെയുള്ളവർ, ഞങ്ങൾ രാത്രി പകലൊക്കെ ഇല്ലാതെ പോയി, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ചെയർപേഴ്സൺ അതിന് ഒരുപാട് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷകളിൽ വിമർശനം വരെ കേട്ട ആളാണ്. അതുപോലെ തന്നെ ബ്രയാജിയുമായി സ്വാധീനിച്ചിട്ട് അച്ചൂട്ടി റോഡിൽ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരാളെ വിളിച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ വ്യത്യസ്ത ആളുകൾ എടുത്തു നോക്കിയാൽ തിരൂരിലെ ഒരു നാട്ടിൽ സഹിക്കുന്ന ആളുകളുടെ മുഴുവൻ സപ്പോർട്ട് കിട്ടിയിട്ടാണ് നമുക്ക് ആ സ്ഥലം കിട്ടിയത്. അതിൽ 3-4 സ്ഥലങ്ങൾ കിട്ടാത്തതുണ്ട്. അതിൽ പലരുടെ സ്ഥലങ്ങളുണ്ട്. മന്ത്രിയുടെ സ്ഥലം എന്ന പേരിലല്ല, ഓരോ വ്യക്തികളുടെ പേരിലുള്ള സ്ഥലം. അപ്പോൾ ആരൊക്കെയാണെന്നുള്ള നാട്ടിൽ ഞങ്ങൾക്ക് അറിയാം. ആ സ്ഥലം കൂടെ കിട്ടുമായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. നമ്മൾ ഈ വികസനവും കാര്യങ്ങൾ വെറും വാക്കുകളിലല്ലാതെ തന്നെ പ്രവൃത്തി കൂടി കാണിക്കലാണ് ഓരോ പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കുന്നത്. അത് എല്ലാവർക്കും മന്ത്രിക്കുന്നല്ല, എല്ലാവർക്കും അത് ബാധകമാണ്. സങ്കുചിതമായ ഒരു പ്രയാസങ്ങൾക്ക് നടുവിൽ നിന്നാണ് നമ്മുടെ UDF-ന്റെ ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. ബഹുമാനിയായ ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ 38 അംഗ ഭരണസമിതി അധികാരത്തിൽ വരുന്നു. മുമ്പ് സംസാരിച്ച പോലെ
കോവിഡിന്റെ പല രൂപത്തിലുള്ള മഹാമാരികൾ മാറി മാറി വന്ന സമയത്തും ഈ ജനങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാൻ വേണ്ടി അവരുടെ ആരോഗ്യത്തെ മുഖ്യമായി പരിഗണിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ന്യൂസ് 99 തിരൂർ.